ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടിച്ചക്ക ആയിട്ടാണ് കേട്ടോ. ഇടിച്ചക്ക കൊണ്ട് നമ്മൾ ചിക്കൻ ചില്ലി പോലെ ചക്കച്ചില്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇടിച്ചക്കയെന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഈ പുറം ഭാഗത്ത് കാണുന്ന മുള്ളൊന്ന് കളഞ്ഞെടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കരുളിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഈ മുള്ളിനെ കരുളിൽ നിന്നാണ് പറയുക. പല സ്ഥലത്തും പല പേരിൽ പറയപ്പെട്ടുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ആദ്യം. അപ്പോൾ ഇതിൻ്റെ മുളഞ്ഞൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിതാ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഓരോ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മസാല മുക്കി വറുക്കാൻ തരത്തിൽ ചെറുതായി അരിഞ്ഞെടുക്കാം. ഈ വലുപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഒരേ വലുപ്പത്തിൽ അരിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരേപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ മുഴുവനായിട്ടും ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാട്ടോ മസാല കൂട്ടാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ചിക്കൻ മസാല ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ഒരു നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നമ്മൾ മസാല എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 2 മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടിച്ചക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഏകദേശം 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചത് ഏകദേശം 1/2 മണിക്കൂറായി കേട്ടോ. അപ്പുറത്ത് നമ്മളിത് ചട്ടിയിൽ എണ്ണ പറഞ്ഞിട്ടുണ്ട്, നന്നായി ചൂടായി വരാറായി. അപ്പം ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിത് വേവിക്കാനാണ് വറുത്തെടുക്കുന്നത്. അപ്പം ചെറിയ ചൂട് വെച്ചിട്ട് കുറച്ചധികം വേവിച്ചെടുക്കണം. അപ്പോൾ അത് അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇതിലിപ്പോൾ കളറില്ലാത്ത തോന്നുന്നത് നമ്മൾ സാധാ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇടിച്ചക്ക ചില്ലി റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.